തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ജൂൺ മാസത്തിൻ്റെ അനുഗ്രഹീത ദിനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. തിരുഹൃദയ ഭക്തിയിൽ വളരാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നാളുകൾ. ഒരു പക്ഷേ ചുരുക്കം ചിലരുടെയെങ്കിലും ഉള്ളിൽ ഒരു ചോദ്യം വരാം. അച്ചോ, ഈ കൊറോണയുടെ മഹാദുരിത നാളുകളിൽ ഈ തിരുഹൃദയ ഭക്തി എന്തെങ്കിലും മെച്ചമുണ്ടാക്കുന്നുണ്ടോ? വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ഈ തിരുഹൃദയ ഭക്തിയിൽ വളരുന്നത് കൊണ്ട് എന്താണ് നേട്ടം? നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ ഈ നാളുകളിൽ പ്രത്യേകമാവണ്ണം പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നടത്തപ്പെടുമ്പോൾ ഈ ചോദ്യം പ്രസക്തമല്ലേ? അതോ അനേക ഭക്താഭ്യാസങ്ങളിൽ ഇത് ഒന്നു മാത്രമാണോ? എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരിക്കുന്ന മാസം, നവംബർ മാസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള മാസം, കഴിഞ്ഞ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു, ജപം ചൊല്ലി. ജൂൺ മാസം തിരുഹൃദയ മാസം എന്ന് പറഞ്ഞാൽ പല ഭക്തിയിൽ ഇതൊന്നു മാത്രമാണോ? അതോ ഈ തിരുഹൃദയ ഭക്തി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടാക്കുന്നുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായി തിരിച്ചറിയുന്നു. അതായത് ആത്മീയമായി മാത്രമല്ല, മറിച്ച് ഭൗതികമായും ഒത്തിരിയേറെ അനുഗ്രഹം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്, ഭക്തിയാണ് തിരുഹൃദയത്തോട് നമുക്കുള്ളത്. ഇഹലോകത്തിൽ മാത്രമല്ല, പരലോകത്തിലും അനുഗ്രഹം പ്രദാനം ചെയ്യും തിരുഹൃദയത്തോടുള്ള ഭക്തിയുണ്ടെങ്കിൽ. നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഈ തിരുഹൃദയത്തിൻ്റെ രൂപം അതാദ്യമായി ദർശനത്തിൽ വെളിപ്പെട്ടത് 1673 ഫ്രാൻസിൽ വിസിറ്റേഷൻ കോൺവെൻറ്റിലുള്ള മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീക്കാണ്. ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒത്തിരിയേറെ ദർശനങ്ങൾ ലഭിക്കുകയാണ്. ഈ തിരുഹൃദയത്തോട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ ദർശനങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1673 മുതൽ 75 വരെ 3 വർഷക്കാലം മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഈ കന്യാസ്ത്രീക്ക് 12 വാഗ്ദാനങ്ങൾ ലഭിച്ചു. തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന ഒരു വ്യക്തിക്കും കുടുംബത്തിനുമൊക്കെ മെച്ചം കിട്ടുന്ന 12 വാഗ്ദാനങ്ങൾ. അല്പസമയം എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഒരുമിച്ച് ഈ വാഗ്ദാനങ്ങൾ പഠിക്കാൻ പോവാണ്. സാധിക്കുന്നവർ ഒരു നോട്ട് ബുക്കും പേനായും ഒക്കെ എടുക്കുക, വിശുദ്ധ ഗ്രന്ഥവും എടുക്കുക. എന്നിട്ട് ഈ 12 വാഗ്ദാനങ്ങൾ നമുക്ക് എഴുതി പഠിക്കാം. ഇനിയിപ്പം നോട്ട് ബുക്കും പേനായും ഒന്നും എടുക്കുന്നില്ലെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ 12 വാഗ്ദാനങ്ങൾ അടങ്ങിയിരിക്കുന്ന കൃപ ഞങ്ങൾ നിറയണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 12 വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തെ വാഗ്ദാനം, തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ വാഗ്ദാനം, അവരവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹം ലഭിക്കും. ഒന്നാമത്തെ വാഗ്ദാനം എന്താണത്? ഒരു വ്യക്തിയുടെ ജീവിത അന്തസ്സിന് ആവശ്യമായ അനുഗ്രഹം ലഭിക്കും എന്ന് പറഞ്ഞാൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ,
ഒരു കുടുംബനാഥയാണെങ്കിൽ, നിങ്ങളൊരു മകനാണ് മകളാണെങ്കിൽ, നിനക്കാവശ്യമായ ആ ജീവിത അന്തസ്സത്തിൻ്റെ കൃപ ലഭിക്കും. ഇപ്പം ഞാനൊരു വൈദികനാണ്. വൈദിക ജീവിതത്തിനാവശ്യമായ അനുഗ്രഹം നമുക്കറിയാം. ഒരു വൈദികന് വേണ്ട അനുഗ്രഹത്തിൻ്റെ നിറവല്ല ഒരു കുടുംബനാഥന് വേണ്ടത്. അത് വ്യത്യസ്തങ്ങളാണ്. ഒരു സിസ്റ്ററിന് വേണ്ട ജീവിതാന്തസ്സിന് വേണ്ട കൃപ, അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട കൃപ, അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണുപോവുകയില്ല. തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ വാഗ്ദാനം, അവർക്ക് ലഭിച്ചിരിക്കുന്ന വിളിയിൽ ഉറച്ചു നിൽക്കുന്നതിന്, ആ ജീവിതാന്തസ് അനുഗ്രഹത്തോടെ കൊണ്ടുപോകുന്നതിനാവശ്യമായ കൃപ ലഭിക്കും. തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ നിങ്ങളായിരിക്കുന്ന ജീവിതാന്തസ്സിൽ എന്തെങ്കിലും ക്രൈസിസിലൂടെ കടന്നു പോകുന്നെങ്കിൽ എന്തു ചെയ്യണം? ഈ തിരുഹൃദയ ഭക്തിയിൽ വളരാൻ ആഗ്രഹിക്കുക, തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക. 2-ാമത്തെ വാഗ്ദാനം, പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പറയുന്നു: തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടും. അതുകൊണ്ടാവാം ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രൂപം അതേതാ? തിരുഹൃദയത്തിൻ്റെ രൂപമാണ്. തിരുഹൃദയത്തിൻ്റെ രൂപം ഒരു വീട്ടിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. എന്താണത്? സമാധാനം ഈ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം. സമാധാനം വേണ്ടേ? അച്ചോ, അതാണ് വേണ്ടത്. സമാധാനമില്ല, പ്രത്യേകിച്ച് ഈ ദുരിത നാളുകളിൽ സമാധാനമില്ലാത്ത അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യണം എന്ത്? തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ, തിരുഹൃദയ ജപമാല ചെല്ലാൻ, തിരുഹൃദയ പ്രതിഷ്ഠ നൽകി നമ്മുടെ ജീവിതത്തെ ആ തിരുഹൃദയത്തോട് ചേർത്തു വയ്ക്കാൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 15-ാം തിരുവചനം, വചനം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ സമാധാനം. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ പറയുന്നു: അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ, ബുദ്ധിക്ക് അതീതമായ സമാധാനം. നമ്മുടെയൊക്കെ സമാധാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറേ പണമുണ്ടെങ്കിൽ, കുറേ അധികാരമുണ്ടെങ്കിൽ, കുറേ കാര്യങ്ങൾ നേടിയെടുത്താൽ സമാധാനം കിട്ടുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത്. എന്നാൽ കൊറോണ നമ്മളെ പഠിപ്പിച്ചു. എന്തു പഠിപ്പിച്ചു? സമാധാനം എന്നുള്ളത് അത് പണത്തോട് ചേർന്നതല്ല, അധികാരത്തോട് ചേർന്നതല്ല, ഈ ലോകം സമ്മാനിക്കുന്നതല്ല, മറിച്ച് അതിനപ്പുറം ദൈവം നമുക്ക് നൽകുന്നതാണ്. തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന കുടുംബങ്ങളിൽ എന്ത് സ്ഥാപിക്കപ്പെടും? സമാധാനം സ്ഥാപിക്കപ്പെടും. 3-ാമത്തെ വാഗ്ദാനം, തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് അവരുടെ ക്ലേശങ്ങളിൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. പ്രത്യേകിച്ച് ഈ ദുരിത നാളുകളിൽ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താ? ആരും നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ സഹനം മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. വല്ലാത്ത ഒറ്റപ്പെട്ട അനുഭവം, വല്ലാത്ത ഭാരം നമ്മൾ വഹിക്കുന്നു.
തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ നിനക്ക് ആശ്വാസം ലഭിക്കും. നിന്റെ സഹനത്തിൻ്റെ ക്ലേശത്തിൻ്റെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല. നിന്റെ ഭാരം താങ്ങിക്കൊണ്ട് ആരുണ്ടാവും? ദൈവം ഉണ്ടാവും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനം നമുക്കൊക്കെ വളരെ പരിചിതമായ വചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ഈശോ നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ ജൂൺ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു സ്വാഗതം ഈശോ നൽകുകയാണ്. നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ ഈ ക്ലേശത്തിന് ഒരാശ്വാസം വേണ്ടേ? നിന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത വേണ്ടേ? അതെവിടെ കിട്ടും? അത് തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് സമ്മാനിക്കും. അപ്പം അതാണ് 3-ാമത്തെ വാഗ്ദാനം. 4-ാമത്തെ വാഗ്ദാനം ഇപ്രകാരം പറയുന്നു, തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണസമയത്ത് പ്രത്യേകമായ ഒരു അഭയം ലഭിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതകാലത്ത് മാത്രമല്ല, മരണസമയത്ത്. പ്രത്യേകിച്ച് ഈ നാളുകളിലെ ഏറ്റവും വലിയ ദുഃഖം എന്താ? വേണ്ടത്ര ഒരുക്കമില്ലാതെ മരണമടയുന്നു. പ്രത്യേകിച്ച് ഈ കൊറോണ എന്നുള്ള രോഗപീഠയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യം, കൂദാശകൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല, രോഗീലേപനമൊന്നും കിട്ടുന്നില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നും പറ്റുന്നില്ല, മരണം വേട്ടയാടുന്നു. തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഈ വാഗ്ദാനം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. എന്താണ്? മരണസമയത്ത് നിനക്ക് അഭയം ലഭിക്കും. വിശുദ്ധ ജോൺ ബോസ്കോയും ഫ്രാൻസിസ് സെയിൽസൊക്കെ കൃത്യമായി ഈ മരണസമയത്തെ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൊമിനിക് സാവിയോ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നിന്റെ ജീവിതത്തിലെ മരണസമയത്ത് ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ നിന്റെ കൂടെ നിൽക്കാൻ ഈ തിരുഹൃദയ ഭക്തി നിനക്ക് കൃപ നൽകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ നാളുകളിൽ മരണഭീതി നമ്മളെ വേട്ടയാടുമ്പോൾ നമുക്ക് പ്രഖ്യാപിക്കാം, നമുക്ക് അഭയം എവിടെയാണ്? ഒരു നല്ല മരണം അതെങ്ങനെ ലഭിക്കും? തിരുഹൃദയ ഭക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ആ തിരുഹൃദയ ഭക്തി ഒരു നല്ല മരണം നമുക്ക് സമ്മാനിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, 5-ാമതായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനം വളരെ മനോഹരമായിട്ടുള്ളൊരു വാഗ്ദാനമാണ്. അതിങ്ങനെയാണ്, അവരുടെ എല്ലാ പ്രവൃത്തികളിലും സമൃദ്ധി ഉണ്ടാവും. ഈ സമൃദ്ധി നമുക്കൊക്കെ ആവശ്യമുണ്ടല്ലോ. ചിലർ പറയും, അച്ചോ എന്ത് ചെയ്താലും ഗതി പിടിക്കുന്നില്ല, അച്ഛാ ഞാൻ തൊടുന്നതൊക്കെ നശിച്ചു പോവുകയാണ്. വേറെ ചിലർ പറയും, തൊട്ടതെല്ലാം പൊന്നാകുന്നു. ഇപ്പം 2 തരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. ഒന്ന്, തൊട്ടതെല്ലാം നശിച്ചു പോകുന്നു, മറ്റൊന്ന് തൊട്ടതെല്ലാം പൊന്നാകുന്നു. നിന്റെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികൾ എപ്രകാരമുള്ളതാണ്? ചെയ്യുന്ന പ്രവൃത്തികളും ആലോചനകളും തീരുമാനമെല്ലാം നശിച്ചു പോകുന്നു? അതെല്ലാം നിന്റെ ജീവിതത്തിൽ പരാജയമാകുന്നുണ്ടോ? എങ്കിൽ നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഈ തിരുഹൃദയ ഭക്തിയിലേക്കാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം വ്യക്തി ജീവിതത്തിൽ തിരിച്ചറിയുമ്പോൾ തൊട്ടതെല്ലാം അനുഗ്രഹമാവുന്ന, സമൃദ്ധി നിറയുന്ന ഒരു അനുഭവം നിനക്കുണ്ടാവും. ഈ കൊറോണയുടെ ദുരിതത്തിനിടയിലും
നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന് പരാതി പറയാതെ ജീവിക്കാനുള്ള കൃപ ലഭിക്കും. അതിനാണ് നമ്മളെല്ലാവരെയും ഈ നാളുകൾ ക്ഷണിക്കുന്നത്. വീണ്ടും ആറാമതായിട്ട് തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ ലഭിക്കുന്ന വലിയ ഒരു അഭിഷേകം, പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രം ദർശിക്കും. ഇതാണ് വാഗ്ദാനം. അതായത് പാപ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് തിരുഹൃദയം ഒരു ആശ്രയമാണ്. എത്ര വലിയ കഠിനമായ പാപം ചെയ്തിട്ടുള്ള വ്യക്തിക്കും തിരുഹൃദയം ഒരു ആശ്വാസമാണ്. സങ്കീർത്തന പുസ്തകം 85 അധ്യായം അതിൻ്റെ 2 തിരുവചനം, വചനത്തിൽ കൃത്യം വ്യക്തമായി നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു, അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു. എത്ര വലിയ പാപം ചെയ്താലും ക്ഷമിക്കുന്ന ഒരു ദൈവസ്നേഹം, കത്തിയെരിയുന്ന ഹൃദയം, അതാണ് തിരുഹൃദയം. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ കുഞ്ഞുനാളിലൊക്കെ സംഭവിച്ച ചില തെറ്റുകൾ, അതിനെ ഓർത്തോർത്ത് ദുഃഖിക്കുക, ആ വീഴ്ചയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ദുർബലനാണ്, ഞാൻ പാപിയാണ്, ഞാൻ കഴിവ് കെട്ടവനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇപ്രകാരം നെഗറ്റീവ് ചിന്തകളോടുകൂടെ ജീവിക്കുന്നവർക്ക് തിരുഹൃദയം ഒരു സമുദ്രം പോലെ, അങ്ങനെയാണ് വാഗ്ദാനം, ആശ്വാസത്തിൻ്റെ ഒരു സമുദ്രമാണ്. നിന്റെ ജീവിതത്തിൻ്റെ പാപക്കറകൾ കഴുകിക്കളയാൻ നിനക്ക് അഭയത്തിന് ഒരു സ്ഥലമുണ്ട്. അതാണ് തിരുഹൃദയം. വീണ്ടും ഏഴാമതായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനം, തിരുഹൃദയ ഭക്തിയിൽ വളരുന്ന വ്യക്തികൾക്ക് തീഷ്ണത ലഭിക്കും. മന്ദോഷണനായിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യമില്ല. പ്രത്യേകിച്ച് പലരുടെയും കാര്യം അങ്ങനെയാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, അച്ഛാ 1.5 വർഷമായി ഒരു ശുശ്രൂഷ ഇല്ലാത്ത കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയൊന്നുമില്ല. പണ്ടൊക്കെ ധ്യാനകേന്ദ്രത്തിൽ അച്ഛാ ഞാൻ വന്ന് ശുശ്രൂഷയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ എന്തോരാളുകളാണ്. ഇപ്പം പക്ഷേ ഒന്നുമില്ലല്ലോ, ആൾക്കൂട്ടമൊക്കെ പോയി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വ്യക്തിപരമായൊരു പ്രാർത്ഥനയില്ല അച്ഛാ, എപ്പോഴും ഒരു മരവിപ്പ്. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് വീണ്ടും തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? എന്തു ചെയ്യണം? ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ വീട്ടിലുള്ള തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുക, തിരുഹൃദയ ജപമാല ചൊല്ലുക, തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുക. അങ്ങനെ തിരുഹൃദയത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക. വീണ്ടും എട്ടാമതായിട്ട് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വലിയ ഒരു വാഗ്ദാനം ഇങ്ങനെയാണ്: തീഷ്ണതയുള്ള ആത്മാക്കൾ പരിപൂർണതയിലേക്ക് എത്താൻ കാരണമായി തീരും. അതായത് തിരുഹൃദയ ഭക്തിയുള്ള വ്യക്തികൾക്ക് പരിപൂർണതയിലേക്ക് വളരാനുള്ള വലിയൊരു സാധ്യത തെളിയും. നമുക്കറിയാം, നമ്മൾ ആരും പരിപൂർണരല്ല. പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് വൈഫ്, പെർഫെക്റ്റ് പ്രീസ്റ്റ്, അങ്ങനെ വല്ലവരും ഉണ്ടോ? ആരുമില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? ഇങ്ങനെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണം. പൂർണ്ണരാകാൻ ആഗ്രഹം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം അതിൻ്റെ 48 തിരുവചനം, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാണ്, അതുപോലെ നമ്മളും പരിപൂർണരാവണം. അതിലുള്ള ശ്രമമാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു അച്ഛനാവാൻ, നല്ലൊരു കുടുംബനാഥനാവാൻ, നല്ലൊരു ഭാര്യയാവാൻ, ഭർത്താവാകാൻ, മകനാവാൻ, മകളാവാൻ നമ്മൾ പരിശ്രമിക്കുന്നു.
ഈ പരിശ്രമം തിരുഹൃദയ ഭക്തിയുള്ള വ്യക്തികൾക്ക് സാധ്യമാവുമെന്നാണ് വാഗ്ദാനം. അടുത്തതായി 9ാമത്തെ വാഗ്ദാനം ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയത്തിൻ്റെ രൂപം വയ്ക്കുന്ന ഭവനങ്ങളിൽ ഞാൻ പ്രത്യേകമാവണ്ണം ആശീർവദിക്കും. അതായത് നമ്മുടെ വീട്ടിൽ പല രൂപങ്ങളും വെച്ചിട്ടുണ്ടാവും. തിരുഹൃദയ രൂപമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ കാലം മാറി, വീടുകളുടെ ശൈലി മാറി, പ്രാർത്ഥനാ ശൈലി മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? മോഡേൺ ടെക്നോളജിയൊക്കെ വന്നു, കുടുംബങ്ങളുടെ ശില്പ രീതികളൊക്കെ മാറി. നിൻ്റെ വീട്ടിൽ തിരുഹൃദയ രൂപം ഉണ്ടോ? ഇല്ലെങ്കിൽ അത് സ്ഥാപിക്കണം. ഇതൊരു വാഗ്ദാനമാണ്. ഒരു പടം സ്ഥാപിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചം? അല്ലേ? ഒരു പടം സ്ഥാപിക്കുന്നത് കൊണ്ട് അതിൽ തന്നെ എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പടം നിങ്ങൾ പേഴ്സിൽ കൊണ്ട് നടക്കുന്നു. നിങ്ങൾ താമസിക്കുന്ന മുറിയിൽ മരിച്ചുപോയ അപ്പൻ്റെ ചിത്രം വെച്ചിരിക്കുന്നു, അമ്മയുടെ ചിത്രം വെച്ചിരിക്കുന്നു, എങ്കിൽ പ്രിയപ്പെട്ടവരുടെ ചിത്രം വെച്ചിരിക്കുന്നു. എന്താ അതുകൊണ്ട് പ്രത്യേകത? ആ പടത്തിന് അതിൽ തന്നെ ഒരു പ്രത്യേകത ഇല്ലെങ്കിലും അതവരുടെ ഒരു സാന്നിധ്യമാണ്, അല്ലേ? മരിച്ചുപോയ അപ്പൻ്റെ ചിത്രം എൻ്റെ മേശപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഒരു സാന്നിധ്യമാണ്. എന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ തിരുഹൃദയ രൂപത്തിൻ്റെ ആ സാന്നിധ്യം, ആ ചിത്രം വയ്ക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, വലിയൊരു സാന്നിധ്യം ആ വീട് മുഴുവൻ നിറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ തിരുഹൃദയ രൂപത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രത്യേകമായ ആശീർവാദം ആ ഭവനത്തിലേക്ക് നൽകും. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. തിരുഹൃദയ രൂപം നിങ്ങളുടെ വീടുകളില്ലെങ്കിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങുക, വെഞ്ചരിച്ച് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുക. വീണ്ടും 10ാമതായിട്ട് നൽകുന്ന ഒരു പ്രത്യേകമായ വാഗ്ദാനം, കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി പുരോഹിതർക്ക് നൽകും. പ്രത്യേകിച്ച് വൈദികർക്കുള്ള ഒരു വാഗ്ദാനമാണ്. കഠിനമായ ഹൃദയമുള്ള വ്യക്തികളെ സ്പർശിക്കാനുള്ള അനുഗ്രഹം. പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പാപ അവസ്ഥയിലുള്ള വ്യക്തികളെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹം. അപ്പം അതാണ് 10ാമതായിട്ട് ലഭിക്കുന്ന അനുഗ്രഹം. 11ാമത്തെ അനുഗ്രഹം, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും. ഇത്ര മനോഹരമായിട്ടുള്ള വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാന പ്രത്യേകത? തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചാൽ നിൻ്റെ പേര് യേശുവിൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും. ഒരുപക്ഷെ പലർക്കും ആഗ്രഹമുണ്ട് വചനം പ്രസംഗിക്കണം, അങ്ങ് ദൂരെ പോയിട്ട് വചനം പറയണം, മിഷനറി ആവണം, അനേകരെ മാനസാന്തരപ്പെടുത്തണം. അത്രയൊന്നും സാധ്യമല്ലെങ്കിലും നിൻ്റെ അനുദിന ജീവിതത്തിൽ വാഗ്ദാനം എന്താണ്? ഈ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ നിൻ്റെ പേര് യേശുവിൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും. ഇത് വലിയൊരു കൃപയാണ്. നിൻ്റെ പേര് യേശുവിൻ്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? എന്തു ചെയ്യണം? നിൻ്റെ സുഹൃത്തുക്കളോട്, അയൽവാസികളോട് ഒക്കെ തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക. തിരുഹൃദയ ജപമാല പരിചയപ്പെടുത്തി കൊടുക്കുക. തിരുഹൃദയ പ്രതിഷ്ഠ കുടുംബങ്ങൾ ചെല്ലാൻ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ നിൻ്റെ പേര് യേശുവിൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടും. ഇതൊരു വാഗ്ദാനമാണ്. 12ാമത്തെ വാഗ്ദാനം ഇങ്ങനെയാണ്: 9 മാസാദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആവശ്യമായ കൂദാശകൾ സ്വീകരിച്ച് ചേർന്നാൽ പിന്നീട്
ജീവിതത്തിലുടനീളം ഈ കൂദാശകളിലുള്ള വലിയൊരു അനുഭവം നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെയുള്ള അവസരം ലഭിക്കുമ്പോൾ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നമ്മളെ വലയം ചെയ്യും. വെള്ളിയാഴ്ചകളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം മാസാദ്യ വെള്ളിയാഴ്ച തിരുഹൃദയ ഭക്തിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തിരുഹൃദയ ഭക്തിയിൽ വളരാനും തീരുമാനമെടുക്കുക. അപ്പോൾ 12 വാഗ്ദാനങ്ങളാണ് ഈ സമയം നമ്മൾ പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് ലഭിച്ച ഈ വാഗ്ദാനങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ആത്മീയമായും ഭൗതികമായും വളരുന്നതിന് ഇഹലോകത്തിലും പരലോകത്തിലും നമ്മുടെ സാന്നിധ്യം നിലനിർത്തുന്നതിന് ഈ വാഗ്ദാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കാം. തിരുഹൃദയ ജപമാല ചൊല്ലി തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പ്രത്യേകമാമണ്ണം പ്രാർത്ഥനയും ഭക്തിയും പ്രകടിപ്പിക്കാം. നിശ്ചയമായും അപ്രകാരമുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൃപ സമൃദ്ധമായി നമ്മിലെല്ലാവരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.